പാലക്കാട് വടകരപ്പതിയിലാണ് മൂക്കുത്തി മോഷ്ടിക്കാനായി വയോധികയെ ക്രൂരമായി കൊലപ്പെടുത്തിയത്. മൃതദേഹം തീയിട്ട് നശിപ്പിച്ച അവശിഷ്ടങ്ങൾ കുഴിച്ചുമൂടി. അട്ടയാമ്പതി സ്വദേശി സരസാളിനെയാണ് അയൽവാസിയായ യുവാവ് കൊലപ്പെടുത്തി കുഴിച്ചിട്ടത്. കഴിഞ്ഞ മാസം 10-ാം തീയതിയാണ് സരസാളിനെ കാണാതാവുന്നത്. കൊഴിഞ്ഞാമ്പാറ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഈ കൊലപാതകം തെളിഞ്ഞത്. പ്രതികൾക്ക് കനത്ത ശിക്ഷ കൊടുക്കണമെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. என்ன ஏதுங்கிறது தெரியல. அப்போ இன்னும் ராவிലെ തന്നെ ഇവരൊക്കെ കൂട്ടാൻ വരുമ്പോൾ ഞങ്ങൾ പിന്നാടിയെ വന്ന് നോക്കുമ്പോൾ ഇങ്ങനെ അത് ചെക്കൻ വന്ന് ഇരിക്കുന്നു. ചെക്കനെ പിടിച്ച് തല്ലിയപ്പോൾ പറഞ്ഞു, ഞാൻ കമ്പിയെടുത്ത് തല്ലി വിളുന്നു എത്തില്ല പറഞ്ഞങ്ങോട്ട് കത്തിയെടുത്ത് കുത്തി പറഞ്ഞു. പക്ഷേ ഇത് ചെയ്തവരിനെ തൂക്കിലിട്ടാലും ആർക്കും ഒരു പരാതിയില്ല. ഇപ്പോൾ ഈ പോലീസ് സംശയം പറയുന്ന ഈ യുവാക്കൾ ഇവിടെ തന്നെയുള്ള നാട്ടുകാർ തന്നെയാണ്. ഇവിടുത്തെ തന്നെ എന്ത് പറഞ്ഞാൽ കുട്ടികൾക്കൊന്നും സേഫ്റ്റി ഇല്ല സാർ. ഈ വയസ്സായ തള്ളയ്ക്ക് സേഫ്റ്റി ഇല്ല പറയുമ്പോൾ ഞങ്ങളൊക്കെ ചെറിയ കുട്ടികൾ പെൺകുട്ടികളെ വെച്ചിരിക്കുമ്പോൾ എന്ത് സേഫ്റ്റി ഉണ്ട്? ഞങ്ങൾക്ക് പണിക്ക് പോകാൻ പേടിയാവണു. ഇനിയിപ്പോൾ എങ്ങനെ ഞങ്ങൾ പണിക്ക് പോകാണ്ട് കഴിയാൻ പറ്റുമോ? പ്രതിയുമായുള്ള തെളിവെടുപ്പിനിടയിൽ വയോധികയുടെ മൃതദേഹാവശിഷ്ടങ്ങൾ പോലീസ് കണ്ടെടുത്തു. മൃതദേഹാവശിഷ്ടങ്ങൾ നാളെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ വെച്ച് പോലീസ് സർജൻ പോസ്റ്റ്മോർട്ടം ചെയ്യും. പ്രതിയെ വിശദമായി ചോദ്യം ചെയ്ത ശേഷം നാളെ കോടതിയിൽ ഹാജരാക്കും. അതെ, ഈ സ്ത്രീയുടെ ശരീരത്തിൽ ആഭരണങ്ങൾ ഉണ്ടായിരുന്നു. രണ്ട് ഭാഗത്തും വലിയ മൂക്കുത്തി ഉണ്ടായിരുന്നു. അതായിരുന്നു പ്രതിയുടെ ലക്ഷ്യം. പിന്നെ കുറച്ച് പൈസ സ്ത്രീയുടെ കയ്യിലുണ്ടായിരുന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് തട്ടിയെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് പ്രതി കുറ്റകൃത്യം ചെയ്തിട്ടുള്ളത്. പ്രതി ഈ സംഭവത്തിന് ശേഷം ഈ കോളനിയിൽ താമസിക്കാൻ വരാറില്ല എന്നുള്ള വിവരം കിട്ടിയതനുസരിച്ചിട്ട് ഈ പ്രതിയെ നമ്മൾ കണ്ടെത്തുകയായിരുന്നു. തമിഴ്നാട്ടിൽ നിന്ന് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യപ്പോഴാണ് പ്രതി കുറ്റസമ്മതം നടത്തിയത്. കത്തിക്കരിഞ്ഞ ദീർഘിച്ച മൃതശരീരം അവിടെ ബഹുമാനപ്പെട്ട ചിറ്റൂർ തഹസിൽദാരുടെയും അതുപോലെ ഫോറൻസിക് സർജൻ, സയൻറ്റിഫിക് ഓഫീസേഴ്സ് എല്ലാവരുടെയും സാന്നിധ്യത്തിൽ അത് നമ്മളിപ്പോൾ പുറത്തെടുത്ത് ഇൻക്വസ്റ്റ് നടപടികൾ നടത്തി വരികയാണ്. ഇക്ബാൽ അറക്കൽ നമുക്കൊപ്പം ചേരുകയാണ് വിവരങ്ങൾ നൽകാൻ. ഇക്ബാൽ, ഇന്നത്തെ ദിവസം നമ്മളെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ച വാർത്ത ഇതാണ്. കുറച്ച് സ്വർണത്തിന് വേണ്ടിയാണ് അതിക്രൂരമായി ഒരു കൊലപാതകം ഒരു 19 വയസ്സുകാരൻ ചെയ്തിട്ടുള്ളത്. കഴിയാവുന്നത്രയും ഉപദ്രവിച്ചതിന് ശേഷമായിരുന്നു കൊലപാതകം. എന്നിട്ടും കലി തീരാതെ കത്തിച്ച് കുഴിച്ചു മൂടുകയായിരുന്നു. ഈ 19 വയസ്സുകാരനോടൊപ്പം ഒരു 17 വയസ്സുകാരൻ്റെ പേര് കൂടി പറഞ്ഞു കേട്ടിരുന്നുവല്ലോ. അതേക്കുറിച്ചിട്ട് പോലീസിന് ലഭിച്ചിട്ടുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? 10-ാം തീയതി മുതൽ സരസാളിനെ കാണാതായിട്ടുണ്ട്. എങ്ങനെയാണ് ഇതൊരു കൊലപാതകമാണെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നതും ഈ രണ്ടുപേരിലേക്ക് അന്വേഷണം ചെന്നെത്തുന്നതും? ഷിഹാസ്, വളരെ ക്രൂരമായിട്ടുള്ള നടുക്കുന്ന വിവരങ്ങളായിരുന്നു ഇന്ന് പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ നിന്നും പുറത്തു വന്നത്. വടകരപ്പതി അട്ടയാമ്പതി സ്വദേശിനിയായിട്ടുള്ള 66 വയസ്സുകാരി സരസാളിനെ അയൽവാസിയായിട്ടുള്ള 19 വയസ്സുകാരൻ ക്രൂരമായി കൊലപ്പെടുത്തിയത് ഈ സരസാളിന്റെ ശരീരത്തിലുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിക്കുന്നതിന് വേണ്ടിയായിരുന്നു. കഴിഞ്ഞ മാസം 10-ാം തീയതിയോടുകൂടിയാണ് ഈ അട്ടയാമ്പതി സ്വദേശിനിയായിട്ടുള്ള വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന സരസാളിനെ കാണാതാവുന്നത്. സരസാളിന്റെ കുടുംബം ഈ സരസാളിന് എല്ലാ ദിവസവും ഭക്ഷണം കൊണ്ടു നൽകാറുണ്ട്. പക്ഷേ ഈ 10-ാം തീയതിക്ക് ശേഷം ഇവർക്ക് ഭക്ഷണം കൊണ്ടുവന്ന് നൽകാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഈ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. പിന്നീട് പരിശോധന നടത്തിയപ്പോഴാണ് ഈ സരസാളിനെ കാണാനില്ല എന്നുള്ള വിവരം ഇവർ തിരിച്ചറിയുന്നത്. ഉടൻ തന്നെ കുടുംബത്തിന്റെ നേതൃത്വത്തിൽ കൊഴിഞ്ഞാമ്പാറ പോലീസിൽ പരാതി നൽകുന്നു. കഴിഞ്ഞ ഒരു മാസം കൊഴിഞ്ഞാമ്പാറ പോലീസ് സരസാൾ എവിടെ എന്നുള്ള കാര്യം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള വ്യാപകമായിട്ടുള്ള അന്വേഷണം നടത്തുകയായിരുന്നു. ഇതിനിടയിലാണ് സരസാൾ താമസിച്ചിരുന്ന വീടിന് സമീപത്തെ മറ്റൊരു വീട്ടിലുണ്ടായിരുന്ന ഒരു 19-കാരൻ കുറച്ച് നാളുകളായി നാട്ടിലില്ല എന്നുള്ള വിവരം കൊഴിഞ്ഞാമ്പാറ പോലീസ് തിരിച്ചറിയുന്നത്. പെട്ടെന്ന് തന്നെ ഈ യുവാവിനെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നു. അയാൾ തമിഴ്നാട്ടിലുണ്ട്, പൊള്ളാച്ചിക്കടുത്ത് താമസിക്കുന്നുണ്ട് എന്ന വിവരം അറിഞ്ഞ് ഈ യുവാവിനെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി കൊഴിഞ്ഞാമ്പാറ പോലീസ് വിളിച്ചു വരുത്തിയതാണ്. ഈ ചോദ്യം ചെയ്യലിലാണ് ഈ നടുക്കുന്ന ക്രൂരമായിട്ടുള്ള ഈ കൊലപാതകത്തിന്റെ ഈ കഥ യുവാവ് പോലീസിനോട് വെളിപ്പെടുത്തിയത്. ജൂൺ മാസം 10-ാം തീയതി ഈ സരസാളുടെ കയ്യിൽ നിന്ന് ഈ യുവാവ് പൈസ തരാമെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് സാരികൾ വാങ്ങിയിരുന്നു. ഈ സാരിയുടെ പൈസ ചോദിച്ചു വന്ന സരസാളിനെ തന്ത്രപൂർവ്വം ഈ പ്രതിയായിട്ടുള്ള ഉദയകുമാർ എന്ന് പറയുന്ന 19 വയസ്സുകാരൻ ആ ഉദയകുമാറിന്റെ വീട്ടിന്റെ അകത്തേക്ക് കൊണ്ടുപോവുകയും പിന്നീട് അവിടെ വെച്ച് ഇവർക്ക് സാരി നൽകാതെ പകരം കയ്യിൽ കരുതിയിരുന്ന ഒരു ഇരുമ്പ് വടി ഉപയോഗിച്ച് ഇവരെ നിലത്തടിച്ച് വീഴ്ത്തുകയായിരുന്നു. പിന്നാലെ തന്നെ വീട്ടിനകത്തുണ്ടായിരുന്ന ഒരു കൊടുവാൾ ഉപയോഗിച്ചുകൊണ്ട് ഇവരുടെ കഴുത്ത് ക്രൂരമായി വെട്ടി പരിക്കേൽപ്പിക്കുന്നു. അതിനുശേഷം പിന്നീട് മരണം ഉറപ്പിക്കുന്നതിന് വേണ്ടി ഇവരുടെ നെഞ്ചിൽ ആന ചവിട്ടുകയും ചെയ്യുന്നു. ഇതെല്ലാം ഈ 19 വയസ്സുകാരനായിട്ടുള്ള ഉദയകുമാർ ചെയ്തൊരു ഒറ്റ ലക്ഷ്യം വെച്ചായിരുന്നു. സരസാളുടെ ശരീരത്തിലുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങൾ തട്ടിയെടുക്കുക എന്നുള്ളത്. ആ 66 വയസ്സുകാരുടെ ശരീരത്തിൽ ആകെ ഉണ്ടായിരുന്ന സ്വർണ്ണാഭരണം എന്ന് പറയുന്നത് അവരുടെ മൂക്കുത്തിയായിരുന്നു. ഏകദേശം ഒരു 3/4 പവൻ മാത്രം തൂക്കം വരുന്ന ആ മൂക്കുത്തി സ്വന്തമാക്കുന്നതിന് വേണ്ടി, തട്ടിയെടുക്കുന്നതിന് വേണ്ടി, കവർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ 19 വയസ്സുകാരനായിട്ടുള്ള ഈ ഉദയകുമാർ ക്രൂരമായി ആ 66 വയസ്സുകാരിയെ കൊലപ്പെടുത്തുക മാത്രമല്ല പിന്നീട് ഈ വിവരം പുറത്തറിയാതിരിക്കാൻ വേണ്ടി അയൽവാസിയായിട്ടുള്ള ഈ 66 വയസ്സുകാരിയായിട്ടുള്ള അമ്മയുടെ മൃതദേഹം ഈ വീട്ടിലെ ശുചിമുറിയിലിട്ട് കത്തിക്കുകയും ചെയ്തു. പിന്നീട്
ബാക്കി വന്നിട്ടുള്ള മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങളെല്ലാം ഒരു ചാക്കിലാക്കി വീടിനകത്ത് ഇയാൾ സൂക്ഷിക്കുകയായിരുന്നു. ഏതായാലും പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ഇയാൾ ഇതെല്ലാം കഴിഞ്ഞ ദിവസം തുറന്നു പറഞ്ഞു. ഇന്ന് ഇയാളുമായി പോലീസ് സംഘം കൊഴിഞ്ഞാമ്പാറ പോലീസ് ചിറ്റൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഈ ഉദയകുമാറിന്റെ വീട്ടിലേക്ക് എത്തി നടത്തിയ പരിശോധനയിലും തെളിവെടുപ്പിലും ഈ കുഴിച്ചിട്ട സരസാളിന്റെ ഈ മൃതദേഹ അവശിഷ്ടങ്ങളെല്ലാം പോലീസ് സംഘം കണ്ടെത്തുകയായിരുന്നു. ഏതായാലും വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലിന് ശേഷം ഇയാൾക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കാനുള്ള നീക്കത്തിലാണ് നിലവിൽ പോലീസ് സംഘം ഉള്ളത്. നിലവിൽ ഈ സരസാളിന്റെ മൃതദേഹ അവശിഷ്ടങ്ങൾ അത് കൂടുതൽ പരിശോധനകൾക്ക് വേണ്ടി ഇപ്പോൾ നിലവിൽ പാലക്കാട് ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നാളെയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ ഉണ്ടാവുക. അതിനുശേഷം മറ്റു നടപടികൾ സ്വീകരിക്കും. ഏതായാലും ഈ കൊലപാതകം നടത്താൻ ഈ ഉദയകുമാർ എന്ന് പറയുന്ന 19 വയസ്സുകാരന് ചില സഹായങ്ങൾ പുറത്തുനിന്ന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് സംഘം സംശയിക്കുന്നത്. ഇയാളെ സഹായിച്ചു എന്ന് പറയുന്ന ഒരു 17 വയസ്സുകാരനെ കണ്ടെത്താനുള്ള നീക്കത്തിലേക്കും കൊഴിഞ്ഞാമ്പാറ പോലീസ് കടന്നിട്ടുണ്ട്. ഇവർക്ക് വലിയ രീതിയിലുള്ള കടുത്ത ശിക്ഷ തന്നെ നൽകണമെന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. കാരണം ഇവരെല്ലാം പേടിച്ച് എങ്ങനെ ഇനി ആ നാട്ടിൽ ജീവിക്കും? അതുകൊണ്ട് തന്നെ കടുത്ത ശിക്ഷ നൽകി ഇത്തരക്കാരെ വലിയ രീതിയിൽ ശിക്ഷിക്കണമെന്നുള്ളതാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. 66 വയസ്സുകാരായിട്ടുള്ള ഈ സരസാൾക്ക് ഒരു മകളും ഒരു മകനാണുള്ളത്. പക്ഷെ അവരെല്ലാം തമിഴ്നാട്ടിലാണ് താമസിക്കുന്നത്. അവരെല്ലാം ആകെ നെടുങ്ങിയിരിക്കുകയാണ് ഈ ക്രൂരമായിട്ടുള്ള കൊലപാതകത്തിന്റെ കഥ അറിഞ്ഞതുകൊണ്ട്. ആട്ടയാമ്പതി എന്ന് പറയുന്ന ആ നാട് മുഴുവൻ വിറങ്ങലിച്ച് നിൽക്കുകയാണ് നിലവിൽ ഈ ക്രൂരമായിട്ടുള്ള കൊലപാതകത്തിന്റെ കഥ കേട്ട്. എത്രയും പെട്ടെന്ന് ഈ ക്രൂരമായിട്ടുള്ള കൊലപാതകം നടത്തിയിട്ടുള്ള ഈ ഉദയകുമാറിനെതിരെ കടുത്ത നടപടി വേണമെന്നുള്ളതാണ് ആ നാട്ടുകാർ മുഴുവനും ആവശ്യപ്പെടുന്നത്. ശരി ഇക്ബാൽ, വെറും മുക്കാപ്പവൻ സ്വർണത്തിന് വേണ്ടിയാണ് അതിക്രൂരമായി കൊലപാതകം ഈ ഉദയകുമാർ എന്ന 19 വയസ്സുകാരൻ നടത്തിയിട്ടുള്ളത്.